ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചിക്കൻ വെച്ചൊരു സ്റ്റാർട്ടറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടറായിട്ട് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മയണൈസ് കൂട്ടി കഴിക്കാനാണ് അടിപൊളി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഓയിലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. അപ്പം മല്ലിയിലയും പുതിനയിലയും കുറച്ച് കൂടുതൽ വേണം. ചിക്കൻ അനുസരിച്ച് മസാലയ്ക്ക് നമ്മൾ കൂടുതൽ മല്ലിയിലയും പുതിനയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിക്ക് വേണ്ടി പച്ചമുളകും മുളക് പൊടിയും ചേർക്കുന്നില്ല, കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എരിക്കനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക അവരവരുടെ ചോയ്സിനനുസരിച്ച്. പിന്നെ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അഥവാ പച്ചമല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും കൂടെ മസാല എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കുറച്ച് ഓയിലിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും അരപ്പൊക്കെ പോകത്തില്ലേ കുക്കറിലിട്ട്? അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം തീ കുറച്ച് വെച്ച് വേണം നമ്മൾ കുക്കറിൽ ചിക്കൻ വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. അപ്പം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം തീ കുറച്ച് വെച്ചിട്ട് ചിക്കൻ വേവിച്ച് ഒരു വിസിൽ കൂടുതലൊന്നും അടിക്കരുത്, ഒറ്റ വിസിൽ അടിച്ചിട്ടെടുക്കുക. അപ്പം അതിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത് സാരമില്ല. അത് നമുക്ക് പിന്നെ വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് പറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. മസാലയൊന്നും അത് വേറെ ആയിട്ട് പോകത്തില്ല. വെള്ളമെല്ലാം പറ്റി വരുമ്പോൾ മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് റബ്ബർ പോലെ ഇരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നല്ല ചിക്കനെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.